പടിഞ്ഞാറൻ ഏഷ്യൻ യുദ്ധം ശക്തമാകുന്നതിനൊപ്പം അതിന്റെ സാമ്പത്തിക ആഘാതം ലോകശക്തികളെയും ബാധിക്കുകയാണ്. പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ചൈനയ്ക്ക് ഈ സാഹചര്യം വലിയ സമ്മർദ്ദമായി മാറുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം എണ്ണവില ഉയർത്തുമ്പോൾ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അതിന്റെ തിരിച്ചടി അനുഭവിക്കേണ്ടി വരുന്നു. ഇറാനെ പിന്തുണയ്ക്കുന്നുവെന്ന ആരോപണങ്ങൾക്കിടയിൽ ഈ യുദ്ധത്തിൽ ചൈന ശരിക്കും പെട്ടുപോയതാണോ അല്ലെങ്കിൽ തന്ത്രപരമായൊരു കളിയാണോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. ലോകത്തിന്റെ നിർമ്മാണശാല എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചൈന ഇപ്പോൾ ഒരു വലിയ അഗ്നി പരീക്ഷയിലാണ്. പടിഞ്ഞാറൻ ഏഷ്യയിൽ യുദ്ധം കടുക്കുമ്പോൾ അതിന്റെ ആഘാതം ഏറ്റവും അധികം അനുഭവിക്കുന്നത് ചൈനയിലെ അധികാര കേന്ദ്രങ്ങളാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഇറാന്റെയും ഇസ്രായേലിന്റെയും പോരാട്ടത്തിനിടയിൽ എണ്ണവില കുതിച്ചുയരുന്നത് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടിക്കുകയാണ്. ചൈന ശരിക്കും പെട്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ആഗോള സാമ്പത്തിക വിദഗ്ധർ ഉന്നയിക്കുന്നത്. ഇറാന് രഹസ്യമായി പിന്തുണ നൽകുന്നുണ്ടെങ്കിലും ഈ യുദ്ധം നീണ്ടുപോയാൽ ചൈന എന്ന സാമ്പത്തിക ഭീമൻ തകർന്നു വീഴുമോ? സ്റ്റാഗ്ഫ്ലേഷൻ എന്ന ഭീമകരൻ ചൈനയുടെ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. യുദ്ധത്തിൽ നേരിട്ട് ഇറങ്ങാതെ ഇറാനെ ചൈന ചതിച്ചതാണോ അതോ ഉള്ളിൽ നിന്ന് സഹായം നൽകി തന്ത്രം മെനയുകയാണോ? പടിഞ്ഞാറേഷ്യയിലെ ഓരോ മിസൈൽ പ്രയോഗവും ചൈനയുടെ പോക്കറ്റ് കീറുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പടിഞ്ഞാറൻ ഏഷ്യയിൽ വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ആഗോള എണ്ണവിലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയാണ്. ഗൾഫിലെ സൈനിക ഏറ്റുമുട്ടൽ ആഗോള ഊർജ്ജ വിതരണത്തിനും സമുദ്ര വ്യാപാരത്തിനും നിർണായകമായ ഒരു മേഖലയെയാണ് അപകടത്തിലാക്കിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ പാതകൾ യുദ്ധം കാരണം തടസ്സപ്പെട്ടാൽ ചൈനയിലേക്കുള്ള എണ്ണ പ്രവാഹം നിലയ്ക്കും. ഇത് ചൈനയുടെ ഉൽപാദന മേഖലയെയും വിതരണ ശൃംഖലയെയും ആകെ തകിടം മറിക്കും. എണ്ണവില ഉയരുന്നത് ചൈനയുടെ ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകുന്നതിനൊപ്പം സാമ്പത്തിക വളർച്ചയെ പിന്നോട്ടടിക്കുകയും ചെയ്യുന്നു. ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള പുതിയ ആശങ്കകൾ ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ചയാവുകയാണ്. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന അവസ്ഥയിലേക്കാണ് ചൈന നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വശത്ത് സാമ്പത്തിക വളർച്ച മുരടിക്കുകയും മറുവശത്ത് സാധനങ്ങളുടെ വില കുതിച്ചുയരുകയും ചെയ്യുന്ന ഏറ്റവും മോശം അവസ്ഥയാണിത്. പടിഞ്ഞാറൻ ഏഷ്യയിലെ യുദ്ധം ചൈനയുടെ വിദേശ വ്യാപാരത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. സമുദ്ര വ്യാപാര പാതകൾ അപകടത്തിലായതോടെ ചരക്ക് ഗതാഗതത്തിനുള്ള ചിലവ് വർദ്ധിച്ചു. ഇത് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണിയിലെ ഡിമാൻഡ് കുറയ്ക്കാൻ കാരണമാകുന്നു. ഷീ ജിൻപിങ്ങിന്റെ സ്വപ്ന പദ്ധതിയായ വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതി പോലും ഈ യുദ്ധത്തിന്റെ നിഴലിലാണ്. ഇതിനിടയിൽ ഉയരുന്ന പ്രധാന ചോദ്യം ഇറാനെ ചൈന കൈവിട്ടോ എന്നതാണ്. ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവാണ് ചൈന. ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും ഇറാനിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങിയിരുന്ന ചൈനയ്ക്ക് ഇപ്പോൾ യുദ്ധം കാരണം ആ വഴി അടയുകയാണ്. ഇറാന്റെ ആഭ്യന്തര തകർച്ച ചൈനയുടെ ഊർജ്ജ സുരക്ഷയൊക്കെ വലിയൊരു ഭീഷണിയാണ്. എങ്കിലും പുറമെ നിന്ന് സമാധാനം പറയുന്ന ചൈന ഉള്ളിൽ നിന്ന് ഇറാന് സാമ്പത്തികവും സാങ്കേതികവുമായ സഹായങ്ങൾ നൽകുന്നുണ്ടോ എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ സംശയിക്കുന്നുണ്ട്. അമേരിക്കയെ പടിഞ്ഞാറൻ ഏഷ്യയിൽ തളച്ചിടുന്നത് ചൈനയ്ക്ക് താൽക്കാലികമായി ഗുണകരമാണെങ്കിലും ദീർഘാടിസ്ഥാനത്തിൽ ഇത് ചൈനയുടെ സാമ്പത്തിക തകർച്ചയ്ക്കാണ് വഴിതെളിക്കുക. ചൈനയുടെ ആഭ്യന്തര വിപണിയിൽ ഇപ്പോൾ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖല ഉൾപ്പെടെയുള്ളവ തകർന്നു കിടക്കുകയാണ്. ഇതിനിടയിലേക്കാണ് എണ്ണവിലയുടെ പ്രഹരം കൂടി ഏൽക്കുന്നത്. എണ്ണവില വർദ്ധിക്കുന്നത് ഊർജ്ജ ചിലവ് കൂട്ടുകയും അത് ഫാക്ടറികളുടെ പ്രവർത്തനം മന്ദഗതിയിലാക്കുകയും ചെയ്യും. ഇത് ചൈനയിൽ തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഇറാന്റെ കയ്യിൽ ചൈന ചത്തതോ എന്ന ചോദ്യം ഉയരാൻ കാരണമാണിത്. ഇറാന്റെ ഓരോ നീക്കവും ഇപ്പോൾ ചൈനയുടെ സാമ്പത്തിക ഭാവിയെയാണ് ബാധിക്കുന്നത്. തങ്ങളുടെ ഏക രക്ഷാ കവചമായിരുന്ന ഇറാൻ യുദ്ധത്തിൽ തകർന്നാൽ ചൈനയ്ക്ക് മറ്റ് ഊർജ്ജ സ്രോതസ്സുകൾക്കായി വലിയ വില നൽകേണ്ടി വരും. ഗൾഫിലെ സൈനിക ഏറ്റുമുട്ടൽ ഓരോ ദിവസവും തീവ്രമാകുമ്പോൾ ചൈനയുടെ ഓഹരി വിപണികളിലും ഇടിവ് പ്രകടമാണ്. ആഗോള നിക്ഷേപകർ ചൈനയെ സുരക്ഷിതമല്ലാത്ത ഒരിടമായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനിടയിൽ ഇറാന് രഹസ്യമായി ഡ്രോൺ സാങ്കേതിക വിദ്യയും മറ്റ് ആയുധ ഭാഗങ്ങളും ചൈന നൽകുന്നുണ്ടെന്ന ആരോപണം ശക്തമാണ്. എന്നാൽ പരസ്യമായി ഒരു പക്ഷം പിടിച്ചാൽ അത് ചൈനയുടെ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തെ ബാധിക്കും. ഈ ഒരു ഇരട്ടത്താപ്പാണ് ഇപ്പോൾ ചൈനയെ വലിഞ്ഞു മുറുക്കുന്നത്. പടിഞ്ഞാറൻ ഏഷ്യയിലെ സമാധാനം ചൈനയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുകയാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ സാമ്പത്തിക പ്രതിസന്ധി ആഗോള മാന്ദ്യത്തിന്റെ സൂചനയായാണ് കാണപ്പെടുന്നത്. ചൈന തകർന്നാൽ അത് ലോകമെമ്പാടുമുള്ള എണ്ണവിലയെയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെയും ബാധിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളി തൊഴിലാളികൾക്ക് ഈ സാഹചര്യം വലിയ ഭീഷണിയാണ്. നിർമ്മാണ മേഖലയിലും വിതരണ മേഖലയിലും ചൈനീസ് ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് ചൈനയുടെ തളർച്ച വലിയ തിരിച്ചടിയാകും. ചൈന ഇറാന്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്യില്ലെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ നയതന്ത്ര സമ്മർദ്ദം ചെലുത്താൻ അവർ നിർബന്ധിതരാകും. പടിഞ്ഞാറൻ ഏഷ്യയിലെ യുദ്ധം കേവലം അതിർത്തികൾ തമ്മിലുള്ള പോരാട്ടമല്ല. അത് ചൈന പോലുള്ള ആഗോള ശക്തികളുടെ സാമ്പത്തിക അടിത്തറ ഇളക്കുന്ന ഒന്നായി പോലും ഇപ്പോൾ മാറിയിരിക്കുന്നു.
എണ്ണവില കുതിച്ചു വരുമ്പോൾ ചൈന നേരിടുന്ന സ്റ്റാഗ്ഫ്ലേഷൻ അപകട സാധ്യത ഒരു മഹാവിനാശത്തിന്റെ തുടക്കമാകാം. ഇറാനെ ചൈന ചതിച്ചതാണോ അതോ ഉള്ളിൽ നിന്ന് സഹായിക്കുകയാണോ എന്ന നിഗൂഢത തുടരുമ്പോഴും ചൈനീസ് സമ്പദ് വ്യവസ്ഥ പുകയുകയാണ്. ഷീ ജിൻപിങ്ങിന്റെ നയതന്ത്ര ബുദ്ധി ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കുമെന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്.